Hi, good evening. Welcome to Zodiac Academy. So, ഇന്നത്തെ question discussion part നമുക്ക് തുടങ്ങാം. Okay. So, ഇപ്പോൾ ചെറിയൊരു ഡിലേ വന്നിട്ടുണ്ട്. So, ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാണ്. That is related to ആറ്റുകാൽ പൊങ്കാല. റോഡൊക്കെ ഭയങ്കര കൺജസ്റ്റഡ് ആണ്. അതിൻ്റെ കുറച്ച് ഡിലേ ഉണ്ട്. Okay. Then, so ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റിനോട് പോവാം. Okay. എന്താണ് food drop is caused by food drop. So നമുക്ക് familiar ആണ് food drop എന്ന് പറയുന്നത്. Food drop is caused by an injury to which nerve? So tibial nerve, common peroneal nerve, obturator nerve or sciatic nerve. Food drop എന്ന് പറയുന്നത് food drop injury is caused by എന്താണ് injury to injury to the which of the following nerves which of the following injury to the nerves cause food drop. ഏതാണ് food drop ഉണ്ടാക്കുന്നത്? Tibial ആണോ, common peroneal ആണോ, obturator ആണോ, sciatic ആണോ? കേൾക്കുന്നുണ്ടോ? കേൾക്കാനും കാണാനും ഒക്കെ പറ്റുന്നുണ്ടോ? ഓക്കെ. ആ ഓക്കെ. സോ അപ്പം ഓപ്ഷൻ ബി ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? എന്താണ് പെരോണിയൽ നെർവ് ആണ് അല്ലേ? സോ ദ മോസ്റ്റ് കോമൺ കോസ് ഓഫ് ദി ഫുഡ് ഡ്രോപ്പ് ഈസ് എന്താണ് ഇഞ്ചുറി ടു ദി പെരോണിയൽ നെർവ് അല്ലേ? സോ ദ നെർവ് ഈസ് കോൾഡ് എന്താണ് അതർവൈസ് ഈ പെരോണിയൽ നെർവിനെ നമ്മൾ പറയുന്ന പേരാണ് എന്താണ് ഫിബുലാർ നെർവ് എന്നും പറയാറുണ്ട് അല്ലേ? സോ ദ നെർവ് ഈസ് ഓൾസോ കോൾഡ് എന്താണ് ഫിബുലാർ നെർവ് അല്ലേ? സോ ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് എന്താണ് സയാറ്റിക് നെർവ് അല്ലേ? So the most common cause of the food drop എന്ന് പറയുന്നത് എന്താണ് peroneal nerve injury ആണ്. This nerve is also called എന്താണ് fibular nerve എന്ന് പറയുന്നത് and it is a branch of ഏതാണ് sciatic nerve അല്ലേ? So it supplies എന്താണ് it supplies movement അല്ലേ? Movement and sensation to the lower leg, foot and toe അല്ലേ? So അത് സപ്ലൈ ചെയ്യുന്ന ഏതൊക്കെയാണ്? ഇത് sensation to the ഏതൊക്കെയാണ്? Mainly നമ്മുടെ lower leg, foot and toes ഒക്കെയാണ് അല്ലേ? And the conditions that affect the nerves and muscles in the body can lead to food drop. So അപ്പോൾ ഈ ഇഞ്ചുറി വരുമ്പോഴത്തേക്കും ഫുഡ് ഡ്രോപ്പ് വരും അല്ലെ? ഫൗണ്ടേഷൻ നമ്മൾ പഠിക്കുന്നത് പോലെ നമ്മളിങ്ങനെ പറയുന്നത് അല്ലെ? പേഷ്യൻ്റ് ഇങ്ങനെ കിടക്കുമ്പോഴത്തേക്ക് എപ്പോഴും കാല് വന്ന് ഇങ്ങനെ ഫുഡ് ബോർഡിൽ വന്ന് എപ്പോഴും ഇങ്ങനെ പ്രസ് ചെയ്ത് കിടക്കാൻ പാടില്ല അല്ലെ? സോ എപ്പോഴും നമ്മൾ എന്താണ് എക്സസൈസ് കൊടുക്കണമെന്നൊക്കെ. ദെൻ വേറെ ടു മെയിൻ കോസസ് ഓഫ് ഫുഡ് ഡ്രോപ്പ്. ഇനി ഫുഡ് ഡ്രോപ്പ് പറയുമ്പോൾ മെയിൻലി ഈ ഫുഡ് ഡ്രോപ്പിന് നമുക്ക് രണ്ട് തരം കോസസ് ആണ് മെയിനായിട്ട് നമ്മുടെ ഈ കേൾക്കാനും കാണാനും പറ്റുന്നു. ഓക്കെ. സോ അപ്പൊ എന്താണ് there are two main cause for the food drop അല്ലെ? മെയിൻ എന്താണ് രണ്ട് കോസസ് ആണ് മെയിൻ ആയിട്ട് നമ്മുടെ ഫുഡ് ഡ്രോപ്പിനുള്ളത്. സോ ഇറ്റ് മേ ബി കോസ്ഡ് ബൈ എന്താണ് എ പിഞ്ച്ഡ് നെർവ് ഇൻ ദി L4 L5 നെർവ് റൂട്ട് അല്ലെ? സോ എന്താണ് L4 L5 നെർവ് റൂട്ടിൽ ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും? നമുക്ക് ഫുഡ് ഡ്രോപ്പ് വരാം. ദ അതർ കോമൺ കോസ് എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് ദി കംപ്രഷൻ ഓഫ് ദി ഏതാണ് നമ്മൾ പറഞ്ഞത് എന്താണ് കംപ്രഷൻ ഓഫ് ദി പെരോണിയൽ നെർവും കൊണ്ട് വരാം. അല്ലെങ്കിൽ എന്താണ് ദ പിഞ്ച്ഡ് നെർവ്സ് അല്ലെ? കോസ്ഡ് ബൈ എ പിഞ്ച്ഡ് നെർവ് ഇൻ ദി L4 L5 നെർവ് റൂട്ടിലും ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ എന്താ നമ്മുടെ ഫുഡ് ഡ്രോപ്പ് വരാൻ സാധ്യതയാണ്. സോ കംപ്രഷൻ ഇഞ്ചുറിയും വരാം, അതുപോലെ തന്നെ L4 L5നും ഇഞ്ചുറി വന്നു കഴിഞ്ഞാലും പേഷ്യന്റ് ഫുഡ് ഡ്രോപ്പ് വരാം. ഓക്കെ. Then the nerve is subjected to the injury or being compressed അല്ലെ? Because it is close to the surface of the skin. അതുകൊണ്ടാണ് എന്താണ് so the nerve is subjected to injury അല്ലെങ്കിൽ എന്താണ് being എന്താണ് it is compressed എന്നാണ്. because എന്താണ് this nerve is very close to the skin ആണ്. സോ അതുകൊണ്ടാണ് എളുപ്പം എന്താണ് ഈ കംപ്രഷൻ ഒക്കെ ഏറ്റ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് എന്താണ് ആ ഇഞ്ചുറി നെർവിന് ഉണ്ടാകുന്നത് എന്നാണ് പറയുന്നത്. Next is the capacity of stomach of newborn. Capacity of stomach of newborn 20 ml, 30 ml, 50 ml, 100 ml. So എന്താണ് ന്യൂബോണിന്റെ സ്റ്റൊമക് കപ്പാസിറ്റി എത്രയാണെന്നുള്ളതാണ്. എത്രയാണ്? 20, 30, 50 or 100 ml. എത്രയാടാ ന്യൂബോണിന്റെ സ്റ്റൊമക് കപ്പാസിറ്റി? എല്ലാവർക്കും അറിയാവുന്ന ഉത്തരം തോന്നുന്നു. അതെല്ലാവരും പട്ടപട 30 ml 30 ml 30 ml എന്ന് തന്നെ പറയുന്നുണ്ട്. ഒരു കൺഫ്യൂഷൻ ഇല്ല. 20 ഇല്ല, 30 ഇല്ല, എല്ലാവർക്കും 20 പോലും ഇല്ല, 30 ml എന്ന് പറയുന്നത്. സോ അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ പറയുന്നത് കറക്റ്റ് ആയിരിക്കാം, മേ ബി 30 ml ആയിരിക്കാം. സോ
ഗൈഡ് ടു ന്യൂ ബോൺ സ്റ്റൊമക് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ മെയിൻലി ഡേ 1 അല്ലേ, ഡേ 1 എന്ന് പറയുമ്പോൾ എന്താണ് സ്മോൾ ഫ്രീക്വന്റ് ഫീഡ്സ് ഓഫ് ദ കൊളസ്ട്രോൾ. ദാറ്റ് ഇസ് ഡേ 1 ശരിക്കും പറഞ്ഞാൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും 5 to 7 ml ആയിരിക്കും അല്ലേ. സോ ഡേ 1 എത്രയായിരിക്കും നമ്മൾ 5 to 7 ml ആയിരിക്കും അല്ലേ. സോ സ്മോൾ ഫ്രീക്വന്റ് ഫീഡ്സ് ഓഫ് കൊളസ്ട്രോൾ അല്ലെ. ആ ടൈമിൽ എന്താണ് കൊച്ചിന് എന്താണ് സ്മോൾ ഫ്രീക്വന്റ് ഫീഡ്സ് ആണ് നമ്മൾ യൂഷ്വലി ഒരു 5 to 7 ml ആയിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കി, 5 to 7 ml ആണ് ഡേ 1 കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇനി ഡേ 3 ആകുമ്പോഴത്തേക്ക് എത്രയാണ് മിൽക്ക് പ്രൊഡക്ഷൻ. അപ്പം എന്താണ് മിൽക്ക് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യും. സോ വിച്ച് എൻകറേജസ് ബേബി ടു ഫീഡ് മോർ ഫ്രീക്വന്റ്ലി അല്ലേ. സോ മിൽക്ക് ഫസ്റ്റ് ഡേയിൽ ചിലപ്പോൾ മിൽക്ക് പ്രൊഡക്ഷൻ അത്രയും എൻഹാൻസ് ചെയ്യത്തില്ലല്ലോ, കുറവായിരിക്കും. അതുകൊണ്ടാണ് 5 to 7 പറയുന്നത്. സോ ഡേ 3 ആകുമ്പോൾ എന്താണ് മിൽക്ക് പ്രൊഡക്ഷൻ കൂടും. അതുപോലെ തന്നെ എന്താണ് മിൽക്ക് അതുപോലെ തന്നെ എന്താണ് ഫീഡിങ് കപ്പാസിറ്റിയും അതുപോലെ തന്നെ കൂടും. അപ്പോഴത്തേക്കും 22 to 27 ml ആയിരിക്കും അല്ലേ. ബേബി നമ്മൾ എന്താണ് അപ്പോഴാണ് നമ്മൾ എന്താണ് നല്ലോണം ഫീഡ് ചെയ്യണമെന്നൊക്കെ മദറിനെ എഡ്യൂക്കേറ്റ് ചെയ്യും, ബ്രസ്റ്റ് ഫീഡിങ്ങിന്റെ ക്ലാസ് കൊടുക്കും, പൊസിഷൻസ് പറഞ്ഞു കൊടുക്കും അല്ലേ. മിൽക്ക് പ്രൊഡക്ഷൻ നന്നായിട്ട് കൂടും. അപ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി സ്റ്റൊമക് കപ്പാസിറ്റി എന്ന് പറയുന്നത് 5 to 7 നിന്ന് 22 to 27 ml വരെ ആവും. സോ 30 ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ദെൻ ഇനി 1 വീക്ക് ആകുമ്പോഴത്തേക്ക് എത്ര പറ്റും? 1 വീക്കിൽ എത്രയാണ് ഫ്രീക്വന്റ് ഫീഡിങ്സ് നൗ ഹാവ് ബേബി ടേക്കിംഗ് 45 to 60 ml അറ്റ് ഫീഡ് ആണ്. സോ 1 വീക്ക് ആകുമ്പോഴത്തേക്ക് സോ ഫസ്റ്റ് ഡേയിൽ 5 to 7 ml ആയിരിക്കും. ദെൻ ഡേ 3 ആകുമ്പോഴത്തേക്കും ദാറ്റ് ഈസ് 22 to 27 ആയിരിക്കും. സോ അപ്രോക്സിമേറ്റ് നമുക്ക് 30 ml എന്ന് പറയാം. ദെൻ 1 വീക്ക് കഴിയുമ്പോഴത്തേക്ക് അത് 45 to 60 ml 45 to എത്രയാണ് 60 ml ആയിരിക്കും 1 വീക്ക് എന്ന് പറയുന്നത്. ദെൻ ഇനി 1 മന്ത് ആകുമ്പോഴത്തേക്ക് എന്താണ് frequent feedings help establish milk supply. Baby is now drinking 80 to 150 ml a feed. 80 to 150 ml ഫീഡ് ആയിരിക്കും എത്രയാണ് 1 മന്ത് ആകുമ്പോഴത്തേക്കും ബേബി കൺസ്യൂം ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പോൾ എത്രയായിരിക്കും 80 to 150 ml ഫീഡ് ആയിരിക്കും. അപ്പം ഓരോ ഡേയിലും അപ്പം നോർമലി നമുക്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത് എത്രയാണ് 30 ml ആണ് യൂഷ്വലി നമ്മൾ പറയുന്നത്. സോ അപ്പം ഓരോ ഡേയ്സിൽ വരുമ്പോഴത്തേക്കും ബേബി എടുക്കുന്നത് 5 to 7 20 to 27 ആയിരിക്കും. പിന്നെ എത്രയാണ് 45 to 60 ആയിരിക്കും. പിന്നെ 1 മന്ത് ആകുമ്പോഴത്തേക്കും ദാറ്റ് ഈസ് എത്രയാണ് 80 to 150 ആയിരിക്കും. ഓക്കെ, ഇതാണ് ന്യൂ ബോണിൻ്റെ സ്റ്റൊമക് കപ്പാസിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് മൾട്ടി ലോഡ് ഡിവൈസ് റെഫേഴ്സ് ടു. മൾട്ടി ലോഡ് ഡിവൈസ് റെഫേഴ്സ് ടു ഫസ്റ്റ് ജനറേഷൻ IUCD, സെക്കൻഡ് ജനറേഷൻ IUCD, OC ഓർ ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് അല്ലെങ്കിൽ ബാരിയർ കോൺട്രാസെപ്റ്റീവ്സ്. ഏതാണ് മൾട്ടി ലോഡ് ഡിവൈസ് എന്ന് പറയുന്നത്? ഫസ്റ്റ് ജനറേഷൻ IUCD ആണോ, സെക്കൻഡ് ജനറേഷൻ IUCD ആണോ, അതോ ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് ആണോ, അതോ ബാരിയർ കോൺട്രാസെപ്റ്റീവ്സ് ആണോ? ഏതാണ് ഫസ്റ്റ് മൾട്ടി ലോഡ് ഡിവൈസ് എന്ന് പറയുന്നത്? ആൻസറിക്ക് ഭയങ്കര സ്ലോ ആണല്ലോ. ബാക്കിയുള്ളവരൊക്കെ അവിടെ പോയി വളരെ കുറച്ച് പേര് മാത്രമാണ് ആൻസർ ചെയ്യുന്നത്. നേരത്തെ എങ്ങനെയായിരുന്നു? ബാക്കി ആരും ഇല്ലേ? അതോ ക്വസ്റ്റ്യൻ അറിഞ്ഞൂടാത്തോണ്ടാണോ? ബാക്കിയുള്ളവരാരും കാണുന്നില്ല. അനു ജോസഫ് എന്താണ് ഒന്നെന്നോ ഫസ്റ്റ് ജനറേഷൻ IUCD എന്നാണോ ഉദ്ദേശിച്ചത്? കുറച്ച് പേര് പറഞ്ഞു സെക്കൻഡ് ജനറേഷൻ IUCD എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരാൾ ഫസ്റ്റ് ജനറേഷൻ പറഞ്ഞു. ബാക്കിയുള്ളവരോട് പോയി ബാക്കി നെറ്റ് സ്ലോ ആണോ? ഓക്കെ, നമുക്ക് നോക്കാം മൾട്ടിലോഡ് ഡിവൈസ് എന്ന് പറയുന്നത്. സോ ദ ലൈഫ് സ്പാൻ ഓഫ് ന്യൂവർ കോപ്പർ IUCD അല്ലെ, ലൈഫ് സ്പാൻ ഓഫ് ന്യൂവർ കോപ്പർ IUCD is set by national licensing agencies but practically is probably much longer. The main reason for prolonged life is the thicker copper wire sleeves or silver കോഡഡ് വയർ ആണ്. സോ ലൈഫ് സ്പാന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ദ മെയിൻ റീസൺ ഫോർ ഈ IUCDയുടെ പ്രൊലോങ്ഡ് അല്ലെ, പ്രൊലോങ്ഡ് ലൈഫ് സ്പാനിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ്? ലൈഫ് സ്പാൻ അറിയില്ല എന്നൊക്കെ മലയാളത്തിൽ ടൈപ്പ് ചെയ്തേക്കുന്നത്. എടേ ഓക്കെ, സോ നമ്മൾ എപ്പോഴും മലയാളം ഇറ്റ്സ് ഓക്കെ, പക്ഷെ നിങ്ങൾ എപ്പോഴും എക്സാം എഴുതാൻ പോകുന്നത് എന്തിലാണ്? ഇംഗ്ലീഷിലാണ്. സോ എപ്പോഴും നമ്മൾ എന്താ പറയുക, നമ്മുടെ ആ ഒരു പ്രൊഫഷൻ്റെ വില എപ്പോഴും നമ്മൾ മീൻസ് അങ്ങനെ ടൈപ്പ് ചെയ്യുന്ന മോശം എന്നല്ല ഞാൻ പറയുന്നത്. എപ്പോഴും നമ്മൾ കുറച്ചുകൂടി ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആക്കാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ.
Then the main reason for prolonged life എന്ന് പറയുന്നത് എന്താണ്? Mainly it is due to നമുക്കറിയാം എന്താണ് thicker copper wires അല്ലേ? thicker copper wires ഉണ്ട്. then അതുപോലെ തന്നെ sleeves or എന്താണ് silver covered wire ആണ്. then the lifespan of the so called second gen IUCD. So അപ്പം second generation IUCD നമ്മൾ എന്തെന്ന് പറയുന്നത് multi loaded IUCDs എന്ന് പറയുന്നത്. then the lifespan of the so called second generation IUCDs അല്ലെങ്കിൽ multi loaded copper 250 and Nova T are known to be in excess of the manufacturers recommendations of 3 and 5 years. So നമ്മൾ second generation ആണ് യൂഷ്വലി എന്തെന്ന് പറയുന്നത് multi loaded IUCD എന്ന് പറയുന്നത്. then അതിന്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞു ബിക്കോസ് ഓഫ് ദി thicker copper wires അല്ലെങ്കിൽ എന്താണ് സിൽവർ കോഡ് വയേഴ്സ് ഉള്ളതുകൊണ്ട് ലൈഫ് സ്പാൻ കൂടുതലാണ്. യൂഷ്വലി ഇറ്റ് ഈസ് 2 to അല്ലെങ്കിൽ 3 to 5 ഇയേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത് ഇതിന്റെ നമ്മൾ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മൾട്ടി ലോഡഡ് ഡിവൈസ് എന്ന് പറയുന്നത് നമ്മൾ സെക്കൻഡ് ജനറേഷൻ IUCDs ആണ് യൂഷ്വലി പറയുന്നത്. ഓക്കെ, then next is the prevalence is a. പ്രിവേലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതൊരു റേറ്റ് ആണോ, റേഷ്യോ ആണോ, പ്രൊപ്പോർഷൻ ആണോ, മീൻ ആണോ? എന്താണ് പ്രിവേലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പ്രിവേലൻസ് ഈസ് എ റേറ്റ്, റേഷ്യോ, പ്രൊപ്പോർഷൻ ഓർ മീൻ. എന്താണ് പ്രിവലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? റേറ്റ്, റേഷ്യോ, പ്രൊപ്പോർഷൻ, മീൻ, ഇതിലേതാ? പ്രൊപ്പോർഷൻ എന്ന് പറയുന്നു, റേഷ്യോ എന്ന് പറയുന്നു, റേറ്റ് എന്ന് പറയുന്നു. ഇനി ആർക്കെങ്കിലും വേറെ ആൻസർ ഉണ്ടോ? മീൻ ഉണ്ടോ? ഡി ഓപ്ഷൻ ആർക്കെങ്കിലും ഉണ്ടോ? സോ ഈ ക്വസ്റ്റ്യൻ കുറച്ച് കൺഫ്യൂസ്ഡ് ആണെന്ന് തോന്നുന്നു. കാരണം എയും ബിയും സിയും ഒക്കെയാണ് ആൻസർ ചെയ്തേക്കുന്നത്. മറ്റതെല്ലാവരും ഒറ്റ ആൻസർ തന്നെയായിരുന്നു. സോ ഇവിടെ മൊത്തത്തിൽ കൺഫ്യൂഷൻ ആണെന്ന് തോന്നുന്നു. പ്രൊപ്പോർഷൻ ഉണ്ട്, റേറ്റും റേഷ്യോ ഒക്കെ പറയുന്നുണ്ട്. സോ പ്രിവലൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? റേറ്റ് ആണോ, റേഷ്യോ ആണോ, ഒരു പ്രൊപ്പോർഷൻ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. സോ ഓപ്ഷൻ ഏതാണ്? സി ആണ്. പ്രിവലൻസ് എന്ന് വെച്ചാൽ എന്താണ്? പ്രൊപ്പോർഷൻ ആണ്. സോ പ്രിവലൻസ് ഈസ് ദി പ്രൊപ്പോർഷൻ അല്ലെ? പ്രിവലൻസ് ഈസ് ദി എന്താണ്? പ്രൊപ്പോർഷൻ അല്ലെ? പ്രൊപ്പോർഷൻ ഓഫ് എ എന്താണ്? പോപ്പുലേഷൻ. സോ പ്രിവലൻസ് ഈസ് എ എന്താണ്? പ്രൊപ്പോർഷൻ ഓഫ് എ പോപ്പുലേഷൻ ഹു ഹാവ് എ സ്പെസിഫിക് ക്യാരക്ടറിസ്റ്റിക് ഇൻ എ ഗിവൺ ടൈം പീരീഡ് അല്ലേ? സോ അപ്പോൾ എന്താണ് പ്രിവേലൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സോ ഇറ്റ് ഈസ് എന്താണ്? പ്രൊപ്പോർഷൻ ഓഫ് എ പോപ്പുലേഷൻ ആണ്. നമ്മൾ എന്തെന്ന് പറയുന്നത്, ഞാൻ ആൻസർ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെയും വേറെ ആൻസേഴ്സ് ആണ് പറയുന്നത്. മേ ബി നിങ്ങൾ ടൈപ്പ് ചെയ്ത സാധനങ്ങൾ ഇപ്പോഴായിരിക്കും ഇവിടെ എത്തുന്നത്, അതുകൊണ്ടായിരിക്കും. ഓക്കെ, സോ പ്രിവേലൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രിവേലൻസ് എന്ന് പറഞ്ഞാൽ പ്രിവേലൻസ് ഈസ് എ പ്രൊപ്പോർഷൻ ഓഫ് എ പോപ്പുലേഷൻ അല്ലേ? സോ ഇറ്റ് റെപ്രസെന്റ്സ് എന്താണ്? എ പ്രൊപ്പോർഷൻ ഓഫ് എ പോപ്പുലേഷൻ ഹു ഹാവ് എന്താണ്? എ സ്പെസിഫിക് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലേ? ഹു ഹാവ് എ സ്പെസിഫിക് ക്യാരക്ടറിസ്റ്റിക്സ് ഇൻ എ ഗിവൺ ടൈം പീരീഡ്. സോ അതെന്ന് പറയുന്നത് ഒരു പ്രൊപ്പോർഷൻ ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയാൻ പോകുന്നത് എന്താണ്? പോയിന്റ് പ്രിവേലൻസ്. എന്താണ് ഈ പോയിന്റ് പ്രിവേലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സോ പ്രിവേലൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ്? ഇറ്റ്സ് എ പ്രൊപ്പോർഷൻ ഓഫ് എ പോപ്പുലേഷൻ ഹു ഹാവ് എ സ്പെസിഫിക് ക്യാരക്ടറിസ്റ്റിക് ഇൻ എ ഗിവൺ ടൈം പീരീഡ്. ഇനി പോയിന്റ് പ്രിവേലൻസ് എന്ന് വെച്ചാൽ എന്താണ്? പോയിന്റ് പ്രിവേലൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾസോ എ എന്താണ്? പ്രൊപ്പോർഷൻ അല്ലെ? ഇറ്റ്സ് എ പ്രൊപ്പോർഷൻ ഓഫ് എ പോപ്പുലേഷൻ ദാറ്റ് ഹാസ് ദി ക്യാരക്ടറിസ്റ്റിക് അറ്റ് എ സ്പെസിഫിക് പോയിന്റ് ഇൻ ടൈം അല്ലെ? സോ എന്താണ്? ദാറ്റ് ഹാസ് എന്താണ്? ഇതും ഈ പറയുന്നത് എന്താണ്? ഇത് ഈ പോയിന്റ് പ്രിവേലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇതെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് റെപ്രസെന്റ്സ് എന്താണ്? പ്രൊപ്പോർഷൻ ഓഫ് എ പോപ്പുലേഷൻ അല്ലെ? ഇറ്റ്സ് റെപ്രസെന്റ്സ് എ പ്രൊപ്പോർഷൻ ഓഫ് എ പോപ്പുലേഷൻ ദാറ്റ് ഹാസ് ദി എന്താണ്? ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് എന്താണ്? ഇത് എന്ന് പറയുന്നത് എന്താണ്? അറ്റ് എ പോയിന്റ്, സ്പെസിഫിക് പോയിന്റ് ഇൻ ടൈം. സോ എന്താണ്? അതാണ് പോയിന്റ് പ്രിവേലൻസ് എന്ന് പറയുന്നത്. സ്പെസിഫിക് പോയിന്റ് ഇൻ ടൈമിലാണ് എന്ത് ചെയ്യുന്നത്? ഈ നമ്മൾ പോപ്പുലേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഇവാലുവേറ്റ് ചെയ്യുന്നത് നമ്മൾ പോയിന്റ് പ്രിവേലൻസ് പറയുന്നത്. ദെൻ കോമൺലി പ്രിവേലൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗിവൺ ടൈം പീരീഡ് ആണ്. ഇത് എന്താണ്? സ്പെസിഫിക് പോയിന്റ് ഇൻ ടൈമിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? പോയിന്റ് പ്രിവേലൻസ് എന്ന് പറയുന്നത്. സോ പ്രിവേലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പോയിന്റ് പ്രിവേലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സോ ഇറ്റ്സ് എ പ്രൊപ്പോർഷൻ ഓഫ് എ പോപ്പുലേഷൻ അല്ലെ? ഇതൊരു പ്രൊപ്പോർഷൻ ഓഫ് എ പോപ്പുലേഷൻ ഇൻ റെസ്പെക്ട് ടു എന്താണ്? അറ്റ് എന്താണ്? സ്പെസിഫിക് പോയിന്റ് ഇൻ ടൈം അല്ലെങ്കിൽ ടൈം അറ്റ് ഗിവൺ ടൈം പീരീഡ്. ദെൻ ഇനി പിന്നുള്ളതാണ് പീരീഡ് പ്രിവേലൻസ് എന്ന് പറഞ്ഞത്.
അല്ലേ? Then point prevalence പറഞ്ഞു. അടുത്തത് period prevalence. So period prevalence എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ at a given point of time ആയിരുന്നു. Then ഇവിടെ നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് എന്താണ് period prevalence എന്ന് പറയുമ്പോൾ യൂഷ്വലി എന്തായിരിക്കും? Then it is also എന്താണ് it's a proportion of a population that has the characteristic at any point during a given time period. So ഇതൊരു given time periodലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ പോപ്പുലേഷന്റെ സ്പെസിഫിക് ക്യാരക്ടേഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ ഒബ്സർവ് ചെയ്യണം. So the proportion of a population എന്താണ് that has the characteristic at any given point during a time period അല്ലേ of interest. Then past 12 months is a commonly used time period. So ഇവിടെ നമ്മൾ കൊടുക്കുന്നത് എന്താണ് പീരീഡ് പ്രിവലൻസ് നമ്മളൊരു പെർട്ടിക്കുലർ പീരീഡ് ടൈം പീരീഡ് ആണ് ഇവിടെ നമ്മൾ യൂഷ്വലി കൊടുക്കുന്നത്. മറ്റതിൽ അറ്റ് ഗിവൺ ഒരു സ്പെസിഫിക് ഗിവൺ പോയിന്റ് ആയിരിക്കും അല്ലെങ്കിൽ ഒരു ഗിവൺ ടൈം പീരീഡ് ആയിരിക്കും. ഇവിടെ പീരീഡ് പ്രിവലൻസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ഗിവൺ ടൈം പീരീഡ് ഈ ടൈം പീരീഡ് എന്ന് പറയുന്നത് യൂഷ്വലി നമ്മൾ കൊടുക്കുന്നത് എത്രയാണ് ദാറ്റ് ഈസ് പാസ്റ്റ് 12 months ആണ് കോമൺലി യൂസ്ഡ് പീരീഡ് എന്ന് പറയുന്നത്. സോ അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പീരീഡ് പ്രിവലൻസ് നമ്മൾ പറയുന്നത്. ദെൻ അടുത്തതാണ് എന്താണ് ലൈഫ് ടൈം പ്രിവലൻസ് എന്ന് പറയുന്നത്. സോ ദ ലാസ്റ്റ് വൺ എന്താണ് ലൈഫ് ടൈം പ്രിവലൻസ്. എന്താണ് ലൈഫ് ടൈം പ്രിവലൻസ് എന്ന് പറയുന്നത്? സോ ഇറ്റ്സ് എ എന്താണ് പ്രൊപ്പോർഷൻ ഓഫ് എ പോപ്പുലേഷൻ എന്താണ് ഇറ്റ്സ് എ പ്രൊപ്പോർഷൻ ഓഫ് എ പോപ്പുലേഷൻ ഹു അറ്റ് സം പോയിന്റ് ഇൻ ലൈഫ് എവർ ഹാഡ് ദി ക്യാരക്ടറിസ്റ്റിക്സ്. സോ ഡ്യൂറിങ് ദി ലൈഫ് ടൈമിൽ എപ്പോഴെങ്കിലും എന്താണ് സ്പെസിഫിക് ക്യാരക്ടേഴ്സ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന്റെ പ്രൊപ്പോർഷൻ എടുക്കുന്നതാണെങ്കിൽ നമ്മൾ അതിനെ പറയുന്നത് എന്താണ് ലൈഫ് ടൈം പ്രിവലൻസ് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പം ഏതൊക്കെ പറഞ്ഞു പ്രിവലൻസ് ഒന്ന് യൂഷ്വലി പ്രൊപ്പോർഷൻ ആണെന്ന് പറഞ്ഞു, പോയിന്റ് പറഞ്ഞു, ദെൻ പീരീഡ് പ്രിവലൻസ് പറഞ്ഞു, പിന്നെ എന്താണ് ലൈഫ് ടൈം പ്രിവലൻസ്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ഒന്നുമില്ല എന്താണ് ഡിസ് എ പ്രൊപ്പോർഷൻ ഓഫ് എ പോപ്പുലേഷൻ ഗിവൺ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെ ഗിവൺ എന്താണ് പോയിന്റ് ഓഫ് ടൈം അല്ലെങ്കിൽ ഗിവൺ ടൈം പീരീഡ് അല്ലെങ്കിൽ എന്താണ് ഗിവൺ ലൈഫ് ടൈം പീരീഡ്. യൂഷ്വലി അങ്ങനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഈ പീരീഡ് എന്നും ലൈഫ് ടൈം എന്നും പോയിന്റ് പ്രിവലൻസ് എന്നും യൂഷ്വലി നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് ഈസ് scarlet fever is caused by Streptococcus pyogenes, Gonococci, Meningococci or Salmonella typhi. ഏതാണ് സ്കാർലറ്റ് ഫീവർ ഉണ്ടാക്കുന്നത്? സ്കാർലറ്റ് ഫീവർ ഈസ് കോസ്ഡ് ബൈ ഏതാണ് Streptococcus pyogenes or Gonococci, Meningococci or Salmonella typhi. ടിനുവിന് ഓപ്ഷൻ പറഞ്ഞിട്ടും ശരിയാവുന്നില്ല. ടിനു ആൻസർ ഒക്കെ ടൈപ്പ് ചെയ്ത് എനിക്ക് അയക്കുകയാണ്. ഓപ്ഷൻസ് ടൈപ്പ് ചെയ്താൽ മതി ടിനു, എനിക്ക് കാണാം. ഓക്കെ, ടൈം കളയണ്ട. എൻ്റെ അമ്മ സ്ട്രെപ്റ്റോകോക്കസ് പയോജൻസ് എന്നൊക്കെ പറഞ്ഞ് ടൈപ്പ് ചെയ്തിട്ടേക്കുന്നത്. ഓക്കെ, ഇത് മൊത്തത്തിലൊരു സ്ലോ ആണല്ലോ ഇന്ന്, അല്ലെങ്കിൽ സാധാരണ പട്ടപ്പെട്ടാതെ ആൻസേഴ്സ് വരുന്നത് ഇന്ന് വളരെ സ്ലോ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്താണ് സ്കാർലറ്റ് ഫീവർ എന്ന് പറയുന്നത് എന്താണ്. യൂഷ്വലി ഇറ്റ് ഈസ് കോസ്ഡ് ബൈ സോ ഈ സ്കാർലറ്റ് ഫീവർ എന്ന് പറഞ്ഞാൽ എന്താണ്? സോ ഇറ്റ് ഈസ് എന്താണ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ്. ഓക്കെ, സ്കാർലറ്റ് ഫീവർ എന്ന് വെച്ചാൽ എന്താണ്? സോ ഇറ്റ് ഈസ് എ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ് സ്കാർലറ്റ് ഫീവർ. സോ അതർവൈസ് എന്താണ് സ്കാർലറ്റ് ഫീവർ ഈസ് കോൾഡ് എന്താണ് സ്കാർലറ്റിന അല്ലെ, സ്കാർലറ്റിന എന്നും പറയാറുണ്ട്. ഈ സ്കാർലറ്റ് ഫീവർ എന്ന് പറഞ്ഞാൽ ഒരു എന്താണ് ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ്. ഈ സ്കാർലറ്റ് ഫീവറിനെ ഇറ്റ് ഈസ് അതർവൈസ് കോൾഡ് എന്താണ് സ്കാർലറ്റിന എന്നും പറയാറുണ്ട്. ദെൻ എന്താണ് ഇറ്റ് ഈസ് കോസ്ഡ് ബൈ എന്താണ് ഗ്രൂപ്പ് എ സ്ട്രെപ്റ്റോകോക്കസ് അല്ലെ. ഗ്രൂപ്പ് എ എന്താണ് ബീറ്റ ഹിമോലൈറ്റിക് സ്ട്രെപ്റ്റോകോക്കൈ ആണ് യൂഷ്വലി എന്താണ് സ്കാർലറ്റ് ഫീവർ ഉണ്ടാക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എന്താണ് ദേ ആർ കണ്ടേജിയസ് ആണ്. ഓക്കെ, സോ അപ്പോൾ ഏത് ഇതുപോലുള്ള സാധനങ്ങൾ പഠിച്ചാലും നമ്മൾ നോക്കണം. മേ ബി ചിലപ്പോൾ ചോദിക്കുന്നത് കണ്ടേജിയസ് ആണോ അല്ലേന്നോ ആയിരിക്കാം. ഓക്കെ, സോ ഇതെന്താണ് ഇതൊരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ്, ഇത് കണ്ടേജിയസ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് കോസ്ഡ് ബൈ എന്താണ് ഗ്രൂപ്പ് എ സ്ട്രെപ്റ്റോകോക്കസ് ആണ്. ഓക്കെ, ഗ്രൂപ്പ് എ സ്ട്രെപ്പ് ബാക്ടീരിയ ആണ് യൂഷ്വലി എന്ത് ചെയ്യുന്നത് സ്കാർലറ്റ് ഫീവർ ഉണ്ടാക്കുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ എന്തെന്ന് പറയാം, ഇതൊരു കണ്ടേജിയസ് ആണെന്നും പറയാം. സോ അപ്പോൾ അത് നോക്കണം കേട്ടോ. അപ്പം ഇങ്ങനെ കണ്ടീഷൻസ് പഠിക്കുമ്പോൾ എപ്പോഴും നോക്കണം. ഒന്ന് നോക്കേണ്ടത് ഈ പറഞ്ഞ പോലെ കണ്ടേജിയസ് ആണോ നോക്കുക, ദെൻ എന്താണ് ഇത് ഹെറിഡിറ്ററി ആണോ എന്ന് നോക്കുക.
ഓക്കെ, അതൊക്കെ ചിലപ്പോൾ ഈ നിങ്ങൾക്ക് എന്താ പറയുക ഈ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനിലൊക്കെ ചിലപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ വരും. കണ്ടേജിയസ് ആണെന്നോ, അല്ലെങ്കിൽ ഇത് എന്താണ് ഓട്ടോസോമൽ ഡോമിനന്റ് ആണെന്നോ, അല്ലെങ്കിൽ റിസസീവ് ആണെന്നോ, അങ്ങനെയുള്ള വേർഡൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. Then next is malaria parasite was discovered by Robert Koch, Louis Pasteur, Laveran or Ronald Ross. Okay, malaria parasite was discovered by ആരാണ് ഡിസ്കവർ ചെയ്തത്? സോ അതാണ് malarial parasite was discovered by Robert Koch, Louis Pasteur, Laveran or Ronald Ross. റൊണാൾഡ് റോസ് ആണ് ടൈപ്പ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. സോ എന്താണ് കുറെ ഓക്കെ. സോ മലേറിയ എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്, ഇറ്റ്സ് ഇൻഫെക്ഷൻ വിത്ത് എന്താണ് പ്രോട്ടോസോവൻ, നമ്മുടെ മലേറിയൽ പാരസൈറ്റ്. സോ അല്ലേ, സോ മലേറിയ ഇസ് കോസ്ഡ് ബൈ എന്താണ് യൂഷ്വലി ഇറ്റ്സ് എ ഇൻഫെക്ഷൻ വിത്ത് എന്താണ് ദി പ്രോട്ടോസോവൻ പാരസൈറ്റ് ആണ്. ദാറ്റ് ഇസ് ബിലോങ്ങിങ് ടു നമുക്കറിയാം എന്താണ് പ്ലാസ്മോഡിയം ആണെന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. അതിൽ ഫാൽസിപാറ ഉണ്ട്, ബയോവാക്സ് ഉണ്ട്, അങ്ങനെ പല ടൈപ്പ് ഉണ്ട്. ദെൻ അപ്പോൾ അതൊരു പ്രോട്ടോസോവൻ പാരസൈറ്റ് ആണെന്നത് ഓർത്ത് വെക്കുക. ദെൻ പിന്നെന്താണ് ഇറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് ബൈ ഏതാണ് മെയിൻലി നമ്മുടെ ഫീമെയിൽ അനോഫിലസ് അല്ലെ. ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോസ് ആണ് യൂഷ്വലി എന്ത് ചെയ്യുന്നത്, ഇത് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, ജയശ്രീ ഇതെന്തോ ലൈഫ് സൈക്കിൾ റെനോൾഡോ അതെന്താ പേര്? ഓക്കെ, സോ അപ്പോൾ ഏതാണ് ഇതൊരു പ്രോട്ടോസോവൻ പാരസൈറ്റിക് ഇൻഫെക്ഷൻ ആണ്. ദെൻ ഇറ്റ് ഇസ് ട്രാൻസ്ഫർഡ് ബൈ ഏതാണ് നമ്മുടെ ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോസ് ആണ്. ഓക്കെ, അവർ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദി മലേറിയൽ പാരസൈറ്റ് ബിഗിൻസ് ഇൻ എപ്പോഴാണ് യൂഷ്വലി ഇത് നമ്മൾ കണ്ടുപിടിച്ച 1880 വിത്ത് ദി ഡിസ്കവറി ഓഫ് ദി പാരസൈറ്റ് ഇൻ ദ ബ്ലഡ് ഓഫ് ദി മലേറിയൽ പേഷ്യൻസ് ബൈ ആരാണ് അൽഫോൺസ് ലവേറൻ ആണ് എന്ത് ചെയ്തത് മലേറിയൽ പാരസൈറ്റ് കണ്ടുപിടിച്ചത്. കേട്ടോ, റൊണാൾഡ് റോസ് അല്ല, കുറേ പേര് റൊണാൾഡ് റോസ് ആണ് പറഞ്ഞത്. എന്താണ് റൊണാൾഡ് റോസ് പറഞ്ഞത് എനിക്കറിയില്ല. സോ ഇത് അൽഫോൺസ് ലവേറൻ ആണ് എന്ത് ചെയ്തത് മലേറിയൽ പാരസൈറ്റ് എന്താണ് യൂഷ്വലി നമ്മുടെ ഈ ബ്ലഡിൽ ഡിസ്കവർ ചെയ്തത്. ഫസ്റ്റ് ആയിട്ട് കണ്ടുപിടിച്ചത് ആരായിരുന്നു? അൽഫോൺസ് ലവേറൻ ആണ്. ഓക്കെ, നമ്മുടെ ഓപ്ഷൻ ഏതായിരുന്നു? ലവേറൻ സി ആയിരുന്നു. സി ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇടയ്ക്ക് ആരൊക്കെയോ 1-2 പേര് പറഞ്ഞിട്ടുണ്ട്. സാംസൺ, റസീദ, ജയശ്രീ, അങ്ങനെ കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്ത് പറ്റി? താങ്ക് യു ഒക്കെ പറഞ്ഞേക്കുന്നു. ക്ലാസ് കഴിഞ്ഞില്ല കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് എന്താണ്? അക്കലേഷ്യ കാർഡിയ റിസൾട്ട്സ് ഇൻ ദി ആബ്സെൻസ് ഓഫ് esophageal peristalsis, gastric acid, cardiac sphincter of stomach or pyloric sphincter. Okay, so അപ്പം ആരാണ് അക്ലേഷ്യ കാർഡിയ റിസൾട്ട്സ് അല്ലെ? അക്ലേഷ്യ കാർഡിയ ഉണ്ടാകാൻ കാരണം എന്താണ്? ഡ്യൂ ടു ദി ആബ്സെൻസ് ഓഫ് ഏതാണ് esophageal peristalsis or gastric acid or cardiac sphincter of stomach or pyloric sphincter. ലൈഫ് സൈക്കിൾ ഡിസ്കവർ ചെയ്തത് റൊണാൾഡ് റോസ് ആണ്. ഞാൻ ക്വസ്റ്റ്യൻ അങ്ങനെ ആയിരുന്നില്ലല്ലോ, മലേറിയൽ പാരസൈറ്റ് ഡിസ്കവർ ചെയ്താണെന്ന് ചോദിച്ചത്. അതാണ് പറഞ്ഞത്, നിങ്ങൾക്ക് ആൻസർ അറിയാഞ്ഞിട്ടും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല. സോ എന്താണ് നിങ്ങൾ തെറ്റായ ആൻസർ ചെയ്യുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, പരീക്ഷയ്ക്ക് ഇതുപോലെയാണ്. നിങ്ങൾ എല്ലാം ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്തു എന്ന് പറഞ്ഞ് നിങ്ങൾ എത്തുമ്പോഴാണ് അറിയുന്നത് നിങ്ങൾ ചെയ്തതല്ല ആൻസർ. എന്നാണ് പറഞ്ഞാൽ പഠിക്കുന്ന കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ചു പോവുക. മേ ബി അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് നല്ലോണം പാസ്സാകാനുള്ള മാർക്ക് കിട്ടും. അത് തന്നെ പിന്നെയും തെറ്റിച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പഠിക്കുന്നതിൽ ഒരു അർത്ഥം ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ എന്താണ് അക്ലേഷ്യ കാർഡിയയിലോട്ട് വന്നോളൂ. ഇനി മലേറിയൽ പാരസൈറ്റ് കളഞ്ഞു നമ്മൾ. ഇനി അക്ലേഷ്യ കാർഡിയ. ഓക്കെ, റിസൾട്ട്സ് ഇൻ ദി ആബ്സെൻസ് ഓഫ് ഏതാണ്? ഇതിലും ഡൗട്ട് ഉണ്ട് കുറെ പേർക്ക്. esophageal peristalsis ഉണ്ട്, കാർഡിയാക് സ്പിഞ്ചർ ഓഫ് സ്റ്റൊമക്ക് എന്ന് പറയുന്നുണ്ട്. ഇനി വേറെ ഉണ്ടോ?
എളുപ്പമുള്ള ആൻസർ വരുന്നില്ലല്ലോ. ഡേ ബൈ ഡേ നിങ്ങളുടെ ആ ഒരു സ്കില്ല് കൂടുന്നില്ലല്ലോ, കുറയുവാണോ ചെയ്യുന്നത്? രാധിക പ്രസാദിന്റെ ആൻസർ ഒക്കെ ഇപ്പോഴാണല്ലോ വരുന്നത്. ഇത്ര നേരമായിട്ടും ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തില്ലല്ലോ. എന്ത് പറ്റി? ഓൺലൈനിൽ നിന്നിട്ട് ചായ കുടിക്കാൻ പോയോ? AI, CI, DI. ഇനി ബി ഉണ്ടോ? ബി ആരും പറഞ്ഞിട്ടില്ല. ബി പറയേണ്ടതായിരുന്നു കുറച്ച് പേരെങ്കിലും, പക്ഷെ ആരും ബി പറഞ്ഞിട്ടില്ല. ഓക്കെ, ഓക്കെ. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് അക്ലേഷ്യ കാർഡിയ അല്ലെ. സോ അക്ലേഷ്യ ഈസ് എന്താണ്? ഇറ്റ്സ് എ നോട്ട് എ കോമൺ ഡിസോർഡർ ഇൻ ദി മെഡിസിൻ. ഇതൊരു കോമൺ ഡിസോർഡർ അല്ല. മോസ്റ്റ് ക്ലീനിഷ്യൻസ് will not encounter എന്താണ് patients with this esophageal smooth muscle motility disorder which occurs because of എന്താണ് lower esophageal sphincter fail to relax. ഓക്കെ, സോ അക്ലേഷ്യ കാർഡിയ എന്ന് പറയുന്നത് എന്താണ്? ഇതൊരു മോസ്റ്റ് കോമൺ ഡിസോർഡർ ഒന്നും അല്ല അല്ലെ. മെയിൻലി ഇറ്റ് ഒക്കേഴ്സ് ബിക്കോസ് ഓഫ് എന്താണ്? ഇറ്റ് ഈസ് മെയിൻലി ഡ്യൂ ടു ദി എന്താണ് ലോവർ ഈസോഫാജിയൽ സ്ഫിങ്ചർ എന്താണ് ഫെയിൽ ടു റിലാക്സ് അല്ലെ. റിലാക്സ് ചെയ്യാതെ വരുന്ന അവസ്ഥയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് അക്ലേഷ്യ കാർഡിയ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു എന്താണ് ഈസോഫാജിയൽ സ്ഫിങ്ചർ ആണ്. ഇവിടെ എന്താണ് ചെയ്യുന്നത്? ഈസോഫാജിയൽ സ്ഫിങ്ചർ എന്ത് ചെയ്യുന്നില്ല? റിലാക്സ് ചെയ്യുന്നില്ല, ഫെയിൽ ടു റിലാക്സ് ആണ്. ഓക്കെ, സർജിക്കൽ. പിന്നെ ഇതിൽ നിങ്ങൾ അത് പറയുമ്പോഴത്തേക്കും അതിൽ ഒരു കാര്യം എനിക്ക് സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം കൂടെ പറയാം. ദാറ്റ് ഈസ് എന്താണ് സർജിക്കൽ ഓപ്ഷൻസ്. ഓക്കെ, സർജിക്കൽ ഓപ്ഷൻസ് ആർ മെയിൻലി നമ്മൾ ഇതിന് സർജിക്കൽ ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഒന്ന് എന്താണ് ലാപ്രോസ്കോപ്പിക് ഹെല്ലർ മയോട്ടമി ആണ്. ഓക്കെ, LHM എന്ന് പറയും. ഓക്കെ, ലാപ്രോസ്കോപ്പിക് ഹെല്ലർ മയോട്ടമി. അപ്പൊ ഹെല്ലർ മയോട്ടമി എന്ന സാധനം എവിടെയെങ്കിലും കേട്ട് കഴിഞ്ഞാൽ സോ നമ്മൾ എവിടെ ചെയ്യുന്നുണ്ട്? ഈ അക്ലേഷ്യ കാർഡിയയിൽ ചെയ്യുന്ന ഒരു സർജിക്കൽ മാനേജ്മെന്റ് ആണ് ഈ ഹെല്ലർ മയോട്ടമി എന്നുള്ള കാര്യം ഓർക്കുക. ദെൻ അടുത്തത് പിന്നെ ചെയ്യുന്ന ഒരെണ്ണമാണ് എന്താണ് നമ്മൾ പോയം എന്ന് പറയുന്നത്, POEM അല്ലെ നമ്മൾ പറയുന്നത്. ദാറ്റ് ഈസ് എന്താണ് പെരോറൽ എൻഡോസ്കോപ്പിക് മയോട്ടമി. ഓക്കെ, പെരോറൽ എൻഡോസ്കോപ്പിക് മയോട്ടമി ആണ് യൂഷ്വലി. ദാറ്റ് ഈസ് എന്താണ് നമ്മൾ POEM അല്ലെ, പെറോറൽ നമ്മൾ എൻഡോസ്കോപ്പിക് മയോട്ടമി എന്നൊരു പ്രൊസീജിയറും ചെയ്യുന്നുണ്ട്. അപ്പം ഹെല്ലർ മയോട്ടമിയും അതുപോലെ തന്നെ എന്താണ് പെറോറൽ എൻഡോസ്കോപ്പിക് മയോട്ടമി നമ്മൾ ചെയ്യുന്ന എവിടെയാണ്? നമ്മൾ അക്ലേഷ്യ കാർഡിയയിൽ ചെയ്യുന്ന ഒരു സർജിക്കൽ മാനേജ്മെന്റ് ആണ്. ജസ്റ്റ് അങ്ങ് നോക്കി വെക്കാം. ഓക്കെ, ദെൻ പിന്നെ ഇവിടെ പറയാൻ പറ്റുന്ന ഒരു സാധനം എന്ന് പറയുന്നത് സോ ചില ഡിസോർഡേഴ്സ് ഒക്കെ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ അതിനകത്ത് കേട്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ ഈ ബോട്ടുലിനോ എന്ന് പറയുന്ന സാധനം അല്ലേ. സോ ബോട്ടുലിനോ എന്ന് പറയുന്നത് നമ്മൾ ചില മെഡിസിൻ ചില ഡിസീസ് കണ്ടീഷനിലേക്ക് എന്താണ് ഒരു നോൺ സർജിക്കൽ മാനേജ്മെന്റ് ആയിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ബോട്ടുലിനം ടോക്സിൻസ് ഉപയോഗിക്കുന്നത്. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ചില സെലിബ്രിറ്റീസിന്റെ വാർത്തയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും എന്ന് തോന്നുന്നു. പിന്നെ ഫീമെയിൽസും കൂടുതലായിട്ട് ഈ ബോട്ടുലിനത്തെ പറ്റി കേട്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, ദെൻ അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് ഈ അക്ലേഷ്യ കാർഡിയയിൽ നമ്മൾ സർജിക്കൽ മാനേജ്മെന്റ് നമ്മൾ പറഞ്ഞു. ദെൻ ഇനി ഒരു മാനേജ്മെന്റ് കൂടെ ഉണ്ട്. ദാറ്റ് ഈസ് എന്താണ് എൻഡോസ്കോപ്പിക് ഇഞ്ചക്ഷൻ ഓഫ് ദി ബോട്ടുലിനം ടോക്സിൻ അല്ലെ. സോ endoscopic injection of the botulinum toxin, okay, that can be used in എവിടെയാണ് high risk patient, okay, or those patient എന്താണ് who relapses after myotomy. ഓക്കെ, മയോട്ടമി ചെയ്ത് അതിനുശേഷം എന്താണ് റിലാപ്സ് വരികയാണെങ്കിൽ അല്ലെ, വീണ്ടും റെക്കറൻസ് വരികയാണെങ്കിൽ അല്ലെങ്കിൽ എന്താണ് മയോട്ടമി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, എന്താണ് പേഷ്യന്റിന് എന്തെങ്കിലും റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്, അങ്ങനെയുള്ള ആൾക്കാരിലാണ് മെയിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് എൻഡോസ്കോപ്പിക് ഇഞ്ചക്ഷൻ ഓഫ് ദി എന്താണ് ബോട്ടുലിനം ടോക്സിൻസ് യൂഷ്വലി ചെയ്യുന്നത്. ദെൻ ഈ ബോട്ടുലിനം ടോക്സിൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം മെയിൻലി ഒന്ന് എന്താണ് ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം. ഓക്കെ, ഈ ക്ലോസ്ട്രീഡിയം ബോട്ടുലിനത്തിന്റെ നമ്മൾ അത് വെച്ചൊരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം മുന്നേ ഏതോ ക്ലാസ്സിൽ. ഓക്കെ, ഈ ക്ലോസ്ട്രീഡിയം ബോട്ടുലിനത്തിൽ നിന്നാണ് നമ്മൾ എന്താണ് ഈ ബോട്ടുലിനം ടോക്സിൻ ഉപയോഗിക്കുന്നത്. ഈ ടോക്സിൻസ് നമ്മൾ എന്താണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. സോ അപ്പൊ എന്താണ് ഇറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദി ബോട്ടുലിനം എന്താണ് ക്ലോസ്ട്രീഡിയം അല്ലെ, ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം. സോ ഇതെന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ പൊട്ടന്റ് എന്താണ് ബയോളജിക്കൽ ന്യൂറോടോക്സിൻ ആണ്. ഓക്കെ, ഇറ്റ്സ് എ പൊട്ടന്റ് എന്താണ് ബയോളജിക്കൽ ന്യൂറോടോക്സിൻ ആണ്. ദാറ്റ് ഈസ് നോൺ ടു ബ്ലോക്ക് എന്താണ് ദ റിലീസ് ഓഫ് എന്താണ് അസറ്റൈൽ കോളൈൻ അല്ലെ. സോ അപ്പോൾ നമ്മൾ ഈ ബോട്ടുലിനം കൊടുക്കുമ്പോഴത്തേക്ക് എന്ത് പറ്റും? ഇറ്റ്സ് നോട്ട് ടു ബ്ലോക്ക് മെയിൻലി എന്താണ് ദ റിലീസ് ഓഫ് ദി അസ്റ്റൈൽ കോളൈൻ അല്ലെ, അറ്റ് ദി ലെവൽ ഓഫ് എന്താണ് ലോവർ ഈസോഫാജിയൽ സ്ഫിങ്ചർ. സോ ലോവർ ഈസോഫാജിയൽ സ്ഫിങ്ചറായിട്ടുള്ള നമ്മൾ എന്താണ് ഈ അസറ്റൈൽ കോളൈൻ്റെ റിലീസിനെ ബ്ലോക്ക് ചെയ്യുകയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മുടെ ഈ ബോട്ടുലിന് ഇഞ്ചക്ഷൻസ് കൊടുക്കുന്നത് വഴി അവിടെ നടക്കുന്നത്. ഓക്കെ,
Then this treatment is useful mainly botulinum toxins. അപ്പോൾ botulinum toxins അത് എന്താണെന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ കഥ പറഞ്ഞത്. കഥ നിങ്ങൾ ഓർക്കണ്ട, botulinum toxins ഇവിടെ യൂസ് ചെയ്യുന്നുണ്ടെന്ന് മാത്രം ആലോചിച്ചാൽ മതി. Then this treatment is useful in patients who may not be a candidate for surgery. ഞാൻ ഓൾറെഡി പറഞ്ഞു എന്താണ് ഹൈ റിസ്ക് പേഷ്യൻസിന് അതുപോലെ തന്നെ റിലാപ്സ് വരുന്ന പേഷ്യൻസിനാണ് നമ്മൾ ഈ botulinum ട്രീറ്റ്മെന്റ് മെയിൻ ആയിട്ടുള്ള ചെയ്യുന്നത്. ഓർ എന്താണ് ഡയലറ്റേഷൻ ഓർ ഓൾട്ടർനേറ്റീവ്ലി ആസ് എ ബ്രിഡ്ജ് ടു മോർ ഡെഫിനറ്റീവ് തെറാപ്പി. ദെൻ പിന്നെ ഈ സംഭവം ചെയ്യുന്നത് എന്താണ്, ഇതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. സോ എന്താണ് ഈ botulinum തെറാപ്പി എടുക്കുന്നത്, ഇതിന് മാത്രമല്ല കേട്ടോ, botulinum തെറാപ്പി വേറെ സാധനങ്ങൾക്ക് ചെയ്യാറുണ്ട്. ദെൻ ലിമിറ്റേഷൻസ് ഓഫ് botulinum ടോക്സിൻസ് ഇഞ്ചക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഈ botulinum എടുക്കുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു സർജിക്കൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഹൈ റിസ്ക് ആൾക്കാർക്ക് എന്താണ് നമുക്ക് സർജിക്കൽ മാനേജ്മെന്റ് ആപ്ലിക്കബിൾ അല്ലാതെ വരുന്ന അവസ്ഥയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ botulinum മാനേജ്മെന്റ് നമ്മൾ ചെയ്യുന്നത്, botulinum ടോക്സിൻസ് നമ്മൾ ഇഞ്ചക്ട് ചെയ്യുന്നത്. സോ അപ്പോൾ ഈ ലിമിറ്റേഷൻസ് പറഞ്ഞാൽ എന്താണ്, ഇതിന്റെ ലിമിറ്റേഷൻസ് പറഞ്ഞാൽ എന്താണ്, ഒന്നെന്ന് വെച്ചാൽ എന്താണ്, ഇതൊരു ഷോർട്ട് ലിവ്ഡ് ആണ്. സർജിക്കൽ മാനേജ്മെന്റ് ചെയ്ത് കഴിയുമ്പോൾ അതൊരു ലോങ് ലിവ്ഡ് ഇതായിരിക്കും. എന്താണ് ഒരു ലോങ് ടേം ഗോളിന് വേണ്ടി അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സർജിക്കൽ കറക്ഷൻ നമ്മൾ ചെയ്യുന്നത്. പിന്നെ നമുക്ക് എന്ത് ചെയ്യേണ്ട, വീണ്ടും അത് ഫോളോ അപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, അത് കറക്റ്റ് ആവും. പക്ഷേ ഈ botulinum ടോക്സിൻസ് എന്ന് പറയുമ്പോൾ യൂഷ്വലി എന്താണ് ഇതിൻ്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഈ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഷോർട്ട് ലിവ്ഡ് ട്രീറ്റ്മെന്റ്. യൂഷ്വലി എന്താണ് 6 to 12 months വരെ എന്തുള്ളൂ നമുക്കിത് ഈ തെറാപ്പി എടുക്കുന്നത് കൊണ്ട് നന്നായി പോകത്തുള്ളൂ. ഓക്കെ, പേഷ്യൻസ് ഓഫൺ റിക്വയർ എന്താണ് മൾട്ടിപ്പിൾ ട്രീറ്റ്മെന്റ്. ബിക്കോസ് എന്താണ് 6 to 12 months കഴിയുമ്പോഴത്തേക്കും വീണ്ടും പേഷ്യന്റ് പഴയ അവസ്ഥയിലോട്ട് പോകും. അപ്പോൾ വീണ്ടും പേഷ്യന്റ് എന്ത് ചെയ്യും, പേഷ്യന്റിന് വേണ്ടി വരും നമ്മൾ ട്രീറ്റ്മെന്റ്സ് വീണ്ടും കൊടുക്കേണ്ടി വരും. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് ഈ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ആൻഡ് മേ റെഡ്യൂസ് ദി സക്സസ് ഓഫ് ദി സബ്സിക്വന്റ് സർജിക്കൽ മയോട്ടമി. ഓക്കെ, ദെൻ ഓൾസോ എന്താണ് ഈ ട്രീറ്റ്മെന്റ് ഷോർട്ട് ലിവ്ഡ് ആണ്, അതുപോലെ തന്നെ എക്സ്പെൻസീവ് ആണ്. അതുപോലെ തന്നെ പിന്നെ എന്താണ് ഇറ്റ് ഓൾസോ മേ റെഡ്യൂസ് ദി എന്താണ് സക്സസ് ഓഫ് ദി സബ്സിക്വന്റ് എന്താണ് സർജിക്കൽ മയോട്ടമി. ഓക്കെ, സോ അപ്പം അക്ലേഷ്യ കാർഡിയ പറഞ്ഞു, എന്താണെന്ന് പറഞ്ഞു. ദെൻ അവിടെ ചെയ്യുന്ന 2 സർജിക്കൽ മാനേജ്മെന്റ് പറഞ്ഞു. ഇനി സർജിക്കൽ മാനേജ്മെന്റ് ഫെയിൽ ആകുമ്പോൾ അവിടെ കൊടുക്കുന്ന അതർ നോൺ ഫാർമക്കോളജിക്കൽ മാനേജ്മെന്റ് എന്താണെന്ന് പറഞ്ഞു. ദെൻ ഇനി ഇവിടെ എന്താണ്, ദെൻ ഇനി ഈ then ഒരു പോയിന്റ് കൂടെ പറയാനുണ്ട്. ദ ഈസോഫാഗസ് എന്ന് പറയുന്നത് ഓൾസോ ഹാസ് എന്താണ് മാർക്ക്ഡ് ആബ്സെൻസ്. ഇവിടെ എന്താണ് മെയിൻലി ആബ്സെൻസ് ഓഫ് എന്താണ് ദർ ഇസ് എ മാർക്ക്ഡ് ആബ്സെൻസ് ഓഫ് ദി എന്താണ് പെരിസ്റ്റാൾസിസ് ഉണ്ട്. ഇൻ ലെസ് ദാൻ 50% പേഷ്യൻസിന് എന്താണ് ലോവർ ഈസോഫാഗൽ സ്ഫിങ്ക്റ്റർ എന്ന് പറയുന്നത് എന്താണ് ദാറ്റ് ഇസ് എന്താണ് ഹൈപ്പർ ടെൻസീവ് ആയിരിക്കും. ദിസ് കണ്ടീഷൻ കോസസ് എ ഫങ്ഷണൽ ഒബ്സ്ട്രക്ഷൻ അറ്റ് ദി ഗ്യാസ്ട്രോ ഈസോഫാഗൽ ജംഗ്ഷൻ. സോ ഇത് യൂഷ്വലി എന്താണ് ഫെയിൽ ടു റിലാക്സ് ചെയ്യുന്നില്ല. അപ്പോൾ നോർമലി അവിടെ എന്ത് വരും, ഗ്യാസ്ട്രോ ഈസോഫാഗൽ ജംഗ്ഷനിൽ ഒരു ഫങ്ഷണൽ ഒബ്സ്ട്രക്ഷനും വരും എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ട്രാവലേഴ്സ്. ഫുൾ കണ്ടീഷൻ പറയാൻ പറ്റില്ല, നമുക്ക് ടൈം ലിമിറ്റേഷൻ ഉണ്ട്. അതുകൊണ്ടാണ് അതിനകത്ത് അത്യാവശ്യം എനിക്ക് സ്ട്രൈക്ക് ചെയ്യുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് പറഞ്ഞു തരുന്നത്. ബാക്കി ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾ മെഡിക്കൽ സർജിക്കൽ എടുക്കുമ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരും. ഓക്കെ, ദെൻ ട്രാവലേഴ്സ് ഡയറിയ ഈസ് മോസ്റ്റ് കോമൺലി കോസ്ഡ് ബൈ. ട്രാവലേഴ്സ് ഡയറിയ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, TD നമ്മൾ എഴുതും ട്രാവലേഴ്സ് ഡയറിയ അല്ലേ. ട്രാവലേഴ്സ് ഡയറിയ ഈസ് മോസ്റ്റ് കോമൺലി കോസ്ഡ് ബൈ ദാറ്റ് ഈസ് എന്താണ് എൻഡ്രോജനിക് ഈക്കോളൈ, എക്സോജനിക് ഈക്കോളൈ, ദെൻ EIC, ദെൻ ഷിജല്ല. ഏതാണ് ട്രാവലേഴ്സ് ഡയറിയ ഉണ്ടാക്കുന്നത്? എൻഡ്രോജനിക് ആണോ, എക്സോജനിക് ആണോ, അതോ ഷിജല്ല ആണോ? ഇതാണ് പ്രശ്നം. എൻഡ്രോജനിക്കും എക്സോജനിക്കും ഒക്കെ ചോദിക്കുമ്പോൾ പിന്നെ നമുക്കവിടെ ഡൗട്ട് വരും അല്ലേ. ഈക്കോളായെന്ന് ഉറപ്പുണ്ട്, പക്ഷെ അതിൽ എൻഡ്രോജനിക് ആണോ എക്സോജനിക് ആണോ ചോദിക്കുമ്പോൾ അവിടെ പിന്നീട് ഡൗട്ട് വരും. ഓക്കെ, അപ്പൊ കുറച്ച് ഉക്കാറ് എല്ലാവർക്കും ഇവിടെ കുറച്ച് പേര് ഉക്കാറ് പകുതി പേര് A എന്നും പകുതി പേര് B എന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ,
അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ട്രാവലേഴ്സ് ഡയറിയ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് കോസ്റ്റ് ഏതാണ് എൻഡ്രോജനിക് ഈക്കോളയാണോ അതോ എക്സോജനിക് ഈക്കോളയാണോ അതോ ഇനി അതൊന്നുമല്ല ഷിജല്ലയാണോ നമുക്ക് നോക്കാം. സോ ബാക്ടീരിയ ആർ മോസ്റ്റ് കോമൺ കോസ് ഓഫ് ട്രാവലേഴ്സ് ഡയറിയ. സോ ട്രാവലേഴ്സ് ഡയറിയ ഉണ്ടാക്കാൻ കാരണം മോസ്റ്റ്ലി ബാക്ടീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറസ് ഉണ്ടാക്കാറുണ്ട്, പ്രോട്ടോസോവൻസ് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ബാക്ടീരിയ മാത്രമല്ല ട്രാവലേഴ്സ് ഡയറിയ ഉണ്ടാക്കുന്നത്. ദെൻ ഓവറോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ് കോമൺ പാത്തോജൻ ഐഡന്റിഫൈ എന്ന് പറയുന്നത് നമ്മുടെ ഏതാണ് എൻഡ്രോജനിക് ഈക്കോളയാണ്. ഓക്കെ, സോ ഓവറോൾ നമ്മൾ പറയുമ്പോഴത്തേക്കും മോസ്റ്റ്ലി നമ്മൾ ഏതാണ് എൻഡ്രോജനിക് ഈക്കോളയാണ് എന്തെന്ന് പറയുന്നത് മോസ്റ്റ് കോമൺ പാത്തോജൻ ഓഫ് ഇതാണ് ട്രാവലേഴ്സ് ഡയറിയ എന്ന് പറയുന്നത്. സോ അവിടെ വരുന്ന ചോദിച്ച ആൻസർ ചോദ്യം എങ്ങനെയായിരുന്നു മോസ്റ്റ് കോമൺ എന്നൊരു വേർഡ് യൂസ് ചെയ്തുകൊണ്ടാണ് അങ്ങനെ വന്നിരിക്കുന്നത്. ഇനി ഇത് കൂടാതെ എന്താണ് ദാറ്റ് ഈസ് ഫോളോഡ് ബൈ മെയിൻലി പിന്നെ എന്താണ് ഈ എൻഡ്രോജനിക് ഈക്കോള അല്ലാതെ ക്യാംഫൈലോബാക്ടർ ജിജിനി ഉണ്ട്, ക്യാംഫൈലോബാക്ടർ ജിജിനി ഉണ്ട്, അതുപോലെ തന്നെ ഷിജല്ല ഉണ്ട്. ഓക്കെ, ദെൻ സാൽമോണല്ല സ്പീഷീസ് ഉണ്ട്, എല്ലാം വരുന്നുണ്ട്. പക്ഷെ എന്താണ് മോസ്റ്റ് കോമൺലി നമ്മൾ പറയുമ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞ ഏതാണ് ഈക്കോളി സ്പീഷീസ് ആണ് പറഞ്ഞത്. അതുകൊണ്ടാണ് അവിടെ എന്ത് വന്നത് ഈക്കോള എൻഡ്രോജനിക് ഈക്കോള വന്നത്. ക്ലിയർ? പിന്നെ നമുക്ക് പറയുമ്പോഴത്തേക്ക് എന്താണ് വൈറൽ ഡയറിയ ഉണ്ട്. ദ വൈറൽ ഡയറിയ ക്യാൻ ബി കോസ്ഡ് ബൈ എന്താണ് സെവറൽ പാത്തോജൻസ്. സോ വൈറൽ ഡയറിയ ഉണ്ട് ദാറ്റ് ഈസ് ഓൾസോ കോസ്ഡ് ബൈ മെയിൻലി എന്താണ് ആസ്ട്രോ വൈറസ്, അതുപോലെ തന്നെ നോറോ വൈറസ്, അതുപോലെ തന്നെ റോട്ടോ വൈറസും ഉണ്ട്. ഓക്കെ, ദെൻ പിന്നെ അതിനകത്ത് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു എന്താണ് പ്രോട്ടോസോവലും ഉണ്ട് അല്ലെ. പ്രോട്ടോസോവൽ കോസസ് ഉണ്ട് ദാറ്റ് ഈസ് പ്രോട്ടോസോവൽ പാരസൈറ്റ്സ് എന്ന് പറയുമ്പോൾ മെയിൻലി ഈ പ്രോട്ടോസോവൽ പാരസൈറ്റ്സിൽ മെയിൻലി പറയുന്നത് ജിയാഡിയ. ഓക്കെ, ജിയാഡിയ ഈസ് ദി എന്താണ് മെയിൻ പ്രോട്ടോസോവൽ പാത്തോജൻ ഫൗണ്ട് ഇൻ ട്രാവലേഴ്സ് ഡയറിയ. സോ ബാക്ടീരിയൽ ആയതുകൊണ്ടാണ് നമ്മൾ എൻഡ്രോജനിക് ഈക്കോളെ പറഞ്ഞത്. ദെൻ ഇനി പാരസൈറ്റിക് പ്രോട്ടോസോവൽ പാരസൈറ്റ്സ് ആണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഏതാണ് ജിയാഡിയ ആണ് നമ്മൾ പറയുന്നത് മെയിൻ പ്രോട്ടോസോവൽ പാരസൈറ്റ് ദാറ്റ് ഈസ് ഫൗണ്ട് ഇൻ ദി ട്രാവലേഴ്സ് ഡയറിയ എന്ന് പറയുന്നത്. ക്ലിയർ? നെക്സ്റ്റ്, പൊസിഷൻ യൂസ്ഡ് വൈൽ ഇൻസേർട്ടിംഗ് NG tube ഈസ്. Position used while inserting NG tube is supine, high fowlers, low fowlers or orthopnic position. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും അല്ലേ. Position used while inserting the NG tube ഏതാണ്? supine, high fowlers, low fowlers, orthopnic. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്ലിനിക്കൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കുറേ ഭയങ്കര നല്ലതാണ് പരീക്ഷയ്ക്ക്. പക്ഷെ അതുപോലെ തന്നെ എന്താണ് ചില കാര്യങ്ങൾ നമ്മൾ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് വെച്ച് എഴുതുമ്പോഴത്തേക്കും ഇതിൽ ചില ഓപ്ഷൻസ് ഒക്കെ നമുക്ക് തോന്നും അതിലും ചെയ്യാൻ പറ്റുമല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നുമായിരിക്കാം മേ ബി. ഓക്കെ, ഒന്നുമില്ല, ഏതാണ് ഹൈ ഫൗളേഴ്സ് പൊസിഷൻ ആണ്. ഓക്കെടാ, ഹൈ ഫൗളേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത് മെയിൻലി നമ്മൾ NG tube ഇൻസേർട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന പൊസിഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഹൈ ഫൗളേഴ്സ് ആണ്. ഓക്കെ, അതാണ് പേഷ്യന്റ് സിറ്റ് അപ്രൈറ്റ് അല്ലെ. പേഷ്യന്റ് സിറ്റ് അപ്രൈറ്റ് ഇൻ ദി എന്താണ് സ്നിഫിംഗ് പൊസിഷൻ വിത്ത് എന്താണ് നെക്ക് അല്ലെ, വിത്ത് ദി നെക്ക് എന്താണ് സ്ലൈറ്റ്ലി എന്താണ് ഫ്ലെക്സ്ഡ് അല്ലെ, സ്ലൈറ്റ്ലി ഫ്ലെക്സ്ഡ്. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. സോ ഓവറോൾ നമ്മൾ എന്താണ് പേഷ്യന്റ് ഹൈ ഫൗളേഴ്സ് പൊസിഷൻ ആണ് കൊടുക്കുന്നത് വിത്ത് എന്താണ് ഇത് സ്നിഫിംഗ് പൊസിഷൻ വിത്ത് എന്താണ് നമ്മുടെ നെക്ക് എന്ന് പറയുന്നത് എന്താണ് സ്ലൈറ്റ്ലി ഫ്ലെക്സ്ഡ് ആയിരിക്കും. ഇഫ് അനേബിൾ ടു സിറ്റ് അപ്രൈറ്റ് ആണെങ്കിൽ പേഷ്യന്റ് ലൈസ് ഇൻ ദി ലെഫ്റ്റ് ലാറ്ററൽ ഡെഗുബിറ്റസ് പൊസിഷൻ അല്ലെ. ഇരിക്കാൻ പറ്റാത്തവരാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഇടാറുണ്ട്. ദെൻ tonsils reach their maximum size by 1 year, 3 year, 5 year, 12 year. Tonsils reach their maximum size by 1 year, 3 year, 5 year, 12 year. പലരുടെയും കഴിഞ്ഞ ക്വസ്റ്റ്യൻ ആൻസർ ഇപ്പോഴാണോ വരുന്നതെന്ന് തോന്നുന്നു. ത്രീ ഇയർ 5 ഇയർ ഇനി വേറെ ഉണ്ടോ? ഒരാൾ 12 ഇയർ പറഞ്ഞിട്ടുണ്ട്. വേറെ ആർക്കും ആൻസർ ഇല്ലേടേ?
ഓക്കെ, നമുക്ക് നോക്കാം. സോ എന്താണ് സൈസ് ഓഫ് ദ ടോൺസിൽ ദാറ്റ് ഈസ് വേരീസ് അല്ലെ അക്കോർഡിംഗ് ടു എന്താണ് ഏജ്, ഇൻഡിവിജ്വാലിറ്റി, അതുപോലെ തന്നെ പത്തോളജിക്കൽ സ്റ്റാറ്റസ് അല്ലെ ഇതനുസരിച്ച് എന്താണ് നമ്മുടെ ടോൺസിൽസ് സൈസ് വേരി ചെയ്തുകൊണ്ടിരിക്കും. സോ അറ്റ് ദി 5th or 6th year of life the tonsils rapidly increase in size and reaching their maximum size at എപ്പോഴാണ് puberty. ഓക്കെ, സോ പ്യൂബർട്ടിയുടെ ടൈമിലാണ് എന്ത് ചെയ്യുന്നത്, മെയിനായിട്ട് എന്ത് ചെയ്യുന്നത് ടോൺസിൽസ് മാക്സിമം സൈസ് വരുന്നത്. സോ 5th or 6th year ആകുമ്പോൾ എന്ത് പറ്റും, ടോൺസിൽസ് റാപ്പിഡ്ലി ഇൻക്രീസ് ചെയ്യും. എന്താണ് അതിന്റെ സൈസ് റാപ്പിഡ്ലി ഇൻക്രീസ് ചെയ്യും. പക്ഷെ എന്താണ് റീച്ചിങ് ദർ മാക്സിമം സൈസ് നോർമലി ദാറ്റ് ഈസ് അറ്റ് പ്യൂബർട്ടി ആണ് പറയുന്നത്. സോ പ്യൂബർട്ടി എന്ന് പറയുമ്പോൾ നമുക്കിവിടെ പറയാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് യൂഷ്വലി ദാറ്റ് ഈസ് 12 years ആണ്. 12 to 15 ആകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് യൂഷ്വലി എന്താണ് ടോൺസിൽസ് റീച്ച് ദർ മാക്സിമം സൈസ് എന്ന് പറയുന്നത്. So at puberty the tonsils measures to be 12 to 25 mm in vertical and 10 to 15 mm in transverse diameters. Okay, so puberty ആണ് നമ്മൾ യൂഷ്വലി പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് 12 13 ഒക്കെ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ അതാണ് ആൻസർ എന്ന് പറയുന്നത്. 12 ആണ് ആൻസർ എന്ന് പറയുന്നത്. Then nerve supply of tonsil is by facial nerve, hypoglossal nerve, glossopharyngeal nerve, vagus nerve. Nerve supply of tonsil, facial nerve, hypoglossal nerve, glossopharyngeal nerve or vagus nerve. അതിലേക്ക് ഇപ്പൊ കറക്റ്റ് ആൻസർ കിട്ടിയില്ലേ? സോ അടുത്ത ക്വസ്റ്റ്യൻ ആണേ നെർവ് സപ്ലൈ ഓഫ് ടോൺസിൽ. ടോൺസിലിന്റെ കഥ തീർന്നില്ല, അടുത്ത രണ്ടാമത്തെ പാർട്ടാണ്. സോ ഏതാണ് ഫേഷ്യൽ നെർവ്, ഹൈപ്പോഗ്ലോസൽ നെർവ്, ഗ്ലോസോഫാരിഞ്ചിയൽ ഓർ വാഗസ് നെർവ്? ഓക്കെ, ഞാൻ കൺഫ്യൂഷൻ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്ന ക്വസ്റ്റ്യനിലൊന്നും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ല. ഞാൻ സിമ്പിളാണെന്ന് വിചാരിക്കുന്ന ക്വസ്റ്റ്യനിലൊക്കെ നിങ്ങൾക്ക് കൺഫ്യൂഷനാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ഏതാണ്. നിങ്ങൾ പറഞ്ഞ തന്നെയാണ് ആൻസർ, ഗ്ലോസോഫാരിഞ്ചിയൽ അല്ലെ. സോ എന്താണ് the innervation of the എന്താണ് palatine tonsil is provided by ഏതൊക്കെയാണ് the lesser palatine nerve which arises from the maxillary division of the trigeminal nerve and the tonsillar branch of the glossopharyngeal nerve. Okay, so glossopharyngeal nerve ആണ് കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ദെൻ പിന്നെ ഞാൻ കണ്ടിട്ട് ഡയഫ്രത്തിന്റെയും അതുപോലെയൊക്കെ തന്നെ എന്താണ് ഇതിന്റെ ഇന്നർവേഷനും ചോദിക്കാം കേട്ടോ മേ ബി. കാരണം എന്താണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു ഈ ചോദിക്കുന്ന സാധനത്തിൽ നിന്ന് തന്നെ ഒന്ന് മാറ്റി ചോദിക്കും ചിലപ്പം സപ്ലൈ. അപ്പൊ അതിന്റെ ചിലപ്പോൾ ചോദിക്കുന്നത് എന്താണ് ഇന്നർവേഷൻ എവിടെ നിന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, സോ ദ ഇന്നർവേഷൻ ഓഫ് ദി നോർമലി എന്താണ് പാലന്റൈൻ ടോൺസിൽ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് പ്രൊവൈഡഡ് ബൈ ദി എന്താണ് ലെസർ പാലന്റൈൻ നെർവ് ആണ്. ഈ ലെസർ പാലന്റൈൻ നെർവ് എന്ന് പറഞ്ഞാൽ എന്താണ് വിച്ച് അറൈസസ് ഫ്രം ദി മാക്സിലറി ഡിവിഷൻ ഓഫ് ദി എന്താണ് ട്രൈജെമിനൽ നെർവ്. ഓക്കെ, ആൻഡ് ടോൺസിലർ ബ്രാഞ്ചസ് ഓഫ് ദി ഗ്ലോസോഫാരിഞ്ചിയൽ നെർവ്. ഓക്കെ, then otosclerosis is known as otofibrosis, then otospongiosis or otophysis or otorrhea. ഏതാണ് otosclerosis is known as otofibrosis, otospongiosis, otophysis or otorrhea. Otosclerosis is known as എന്താണ് otosclerosis അതർവൈസ് പറയുന്നത്?
എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, ഡി ഉണ്ട്. ഡി ഇല്ല. അപ്പൊ ഡി നിങ്ങൾക്ക് അറിയാം ഓട്ടോറിയ എന്താണെന്ന്. അറിഞ്ഞുകൂടാത്തല്ല നിങ്ങൾ ആൻസർ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് ഓട്ടോസ്ക്ലിയോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന്. സോ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് എന്താണ് ഓട്ടോസ്പോഞ്ചിയോസിസ് അല്ലേ. സോ ബി ഓപ്ഷൻ ആണ്. ദാറ്റ് ഈസ് ഓട്ടോസ്ക്ലിയോസിസ് ഈസ് അതർവൈസ് നോൺ ആസ് എന്താണ് ഓട്ടോസ്പോഞ്ചിയോസിസ് എന്നും പറയാറുണ്ട്. ഓക്കെ, എന്താണ് ഓട്ടോസ്പോഞ്ചിയോസിസ് എന്നും പറയാറുണ്ട്. സോ ദ കണ്ടീഷൻ ഈസ് കോസ്ഡ് ബൈ എന്താണ് അബ്നോർമൽ ബോൺ റീമോഡലിംഗ് ഇൻ ദി മിഡിൽ ഇയർ. സോ ദിസ് ഓട്ടോസ്ക്ലിയോസിസ് ഈസ് കോസ്ഡ് ബൈ എന്താണ് ദാറ്റ് ഈസ് ഡ്യൂ ടു എന്താണ് മെയിൻലി ദി എന്താണ് കണ്ടീഷൻ ഈസ് കോസ്ഡ് ബൈ അബ്നോർമൽ ബോൺ റീമോഡലിംഗ്. എവിടെയാണ് ഇൻ ദി മിഡിൽ ഇയർ ആണ് യൂഷ്വലി പറയുന്നത്. ദെൻ ദ ബോൺ ഈ ബോൺ റീമോഡലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇതെന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എന്താണ് ലൈഫ് ലോങ് പ്രോസസ് ആണ് അല്ലേ. സോ ഇത് ബോൺ റീമോഡലിംഗ് മെയിൻലി ഉണ്ടാകുന്ന എവിടെയാണ് മിഡിൽ ഇയറിലാണ് ഉണ്ടാകുന്നത്. ഈ ബോൺ റീമോഡലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇറ്റ് ഇസ് എ ലൈഫ് ലോങ് പ്രോസസ് ആണ്. ഇൻ വിച്ച് എന്താണ് ദർ ഇസ് എ ബോൺ ടിഷ്യൂ അല്ലെ. ബോൺ ടിഷ്യൂ എന്ത് ചെയ്യുന്നു റിന്യൂ itself അല്ലെ, റിന്യൂ ഇറ്റ്സെൽഫ് ബൈ റീപ്ലേസിംഗ് ദി എന്താണ് ഓൾഡ് ടിഷ്യൂ വിത്ത് ന്യൂ. അങ്ങനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ബോൺ റീമോഡലിംഗ് എന്ന് പറയുന്നത്. സോ ഇൻ ഓട്ടോസ്ക്ലിയോസിസ് ഈ ഓട്ടോസ്ക്ലിയോസിസിൽ എന്താണ് ദി അബ്നോർമൽ ബോൺ റീമോഡലിംഗ്. സോ നോർമലി റീമോഡലിംഗ് എന്ന് പറയുമ്പോൾ എന്താണ് ദി ഓൾഡ് ടിഷ്യൂ ഇസ് റീപ്ലേസ്ഡ് ബൈ ദി ന്യൂ ടിഷ്യൂ എന്ന് പറയുന്ന ഒരു ലൈഫ് ലോങ് പ്രോസസ് ആണ്. സോ ഇവിടെ ഈ ഓട്ടോസ്ക്ലിയോസിസ് എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ ഒരു എന്താണ് അബ്നോർമൽ എന്താണ് abnormal remodeling ആണ്. സോ ഇൻ ഓട്ടോസ്ക്ലിയോസിസ് അബ്നോർമൽ റീമോഡലിംഗ് എന്താണ് ഡിസ്റപ്റ്റ് ദി എബിലിറ്റി ഓഫ് ദി സൗണ്ട് അല്ലെ. ഈ അബ്നോർമൽ റീമോഡലിംഗ് എന്ത് ചെയ്യുന്നു ദാറ്റ് ഡിസ്റപ്റ്റ് എന്ത് ചെയ്യുന്നു ദ എബിലിറ്റി ഓഫ് ദി സൗണ്ട് അല്ലെ ടു എന്താണ് ട്രാവൽ ഫ്രം ദി എവിടെ നിന്നാണ് മിഡിൽ ഇയർ ടു ദി ഇന്നർ ഇയർ. ഓക്കെ, സോ എന്താണ് ഇവിടെ ഈ ബോൺ അബ്നോർമൽ റീമോഡലിംഗ് വരുന്നു. ആ അബ്നോർമൽ ബോൺ റീമോഡലിംഗ് കാരണം എന്ത് പറ്റുന്നു നോർമലി സൗണ്ട് വേവ്സ് പാസ് ചെയ്യുന്നതിന് ഒബ്സ്ട്രക്ഷൻ വരും. ദാറ്റ് ഇസ് ഫ്രം ദി മിഡിൽ ഇയർ ടു ദി എന്താണ് ഇന്നർ ഇയറിലോട്ട് സൗണ്ട് വേവ്സ് പാസ് ചെയ്യുന്നത് ഇവിടെ തടയുന്നു. അതാണ് ഈ ഓട്ടോസ്ക്ലിയോസിസ് മെയിൻലി സംഭവിക്കുന്നത്. സോ ഇറ്റ് ഈസ് അതർവൈസ് കോൾഡ് ആസ് എന്താണ് ഓട്ടോസ്പോഞ്ചിയോസിസ്. Then spica cast is used for arm, leg, foot, hip. Okay, spica cast is used for arm, leg, foot, hip. Spica cast is used for arm, leg, foot, hip. ഏത് കാസ്റ്റ് ചെയ്യാനാണ് മെയിൻലി സ്പൈക്ക കാസ്റ്റ് യൂസ് ചെയ്യുന്നത്? ഏതാണ് ആൻസർ? ഹിപ്പ് എന്ന് പറയുന്നു, ലെഗ് എന്ന് പറയുന്നു. ഇനി ആർക്കേ വേഗം വേഗം പറയണേ ആൻസേഴ്സ്, സമയാവുന്നു. നിങ്ങൾ എത്ര സ്പീഡിൽ ആൻസർ പറയുന്നു അത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഒന്നുമില്ല. എന്താണ് സ്പൈക്ക കാസ്റ്റ് മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്ന ഏതാണ്? ഹിപ്പിനാണ് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നത് കേട്ടോ. ഹിപ്പിനാണ് യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി. ഓക്കെ, ദ സ്പൈക്ക കാസ്റ്റ് ജനറലി യൂസ്ഡ് ആഫ്റ്റർ എന്താണ് സർജിക്കൽ പ്രൊസീജിയർ ഫോർ ഹിപ്പ് ഡിസ്പ്ലേസിയ. അപ്പൊ യൂഷ്വലി എന്താണ് ഹിപ്പിലാണ് നമ്മൾ ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് നോർമലി യൂസ്ഡ് ഫോർ എന്തിനാണ്? ആഫ്റ്റർ സർജിക്കൽ പ്രൊസീജിയർ ഓഫ് എന്താണ് ഹിപ്പ് ഡിസ്പ്ലേസിയ അല്ലേ. then this is because എന്തുകൊണ്ടാണ് അവിടെ ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? this is because the hip joint and hip joint എന്താണ് need to be kept in എന്താണ് ന്യൂ സർജിക്കലി എന്താണ് നമ്മൾ അവിടെ
need to be kept in എന്താണ് ന്യൂ സർജിക്കലി റിപ്പയർഡ് ഹിപ്പ് ജോയിന്റ് പൊസിഷൻ. ആ ഇമ്മൊബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്പൈക്ക കാസ്റ്റ് യൂസ് ചെയ്യുന്നത്. സോ ആ ജോയിന്റ് പൊസിഷൻ ടു എൻഡ്യൂർ എന്നാണ് പ്രോപ്പർ ഡെവലപ്മെന്റ് ഓഫ് ദി ഹിപ്പ് ജോയിന്റ്. സോ ആ പൊസിഷൻ നമ്മൾ ഫേവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്താണ് അവിടെ ഡിസ്ട്രപ്ഷൻ ഉണ്ടായിരിക്കാൻ വേണ്ടിയാണ് യൂഷ്വലി നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ഇവിടെ നമ്മൾ സ്പൈക്ക കാസ്റ്റ് ഉപയോഗിക്കുന്നത്. സോ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു എന്താണ് ഹിപ്പാണ്. Then rhabdomyosarcoma in children originate in cerebrum, kidney, striated muscles or tendons. Okay, rhabdomyosarcoma in children originates in the എവിടെയാണ് cerebrum, kidney, striated muscles or tendons. സ്ട്രൈറ്റഡ് മസിൽസ് പറയുന്നു കുറച്ച് പേര്. പിന്നെ ആരാ പറഞ്ഞത്? കിഡ്നി പറഞ്ഞു. ഓക്കെ, അപ്പൊ കുറച്ചുപേര് പറഞ്ഞിരിക്കുന്നത് സ്ട്രൈറ്റഡ് ആണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. സോ rhabdomyosarcoma in children originate in so rhabdomyosarcoma usually begins in എവിടെയാണ്? Normally it is begins in the muscles അല്ലേ, that are attached to the bones അല്ലേ. സോ അപ്പോൾ ആൻസർ എന്ന് പറഞ്ഞാൽ സ്ട്രൈറ്റഡ് മസിൽസ് ആണ്. സോ rhabdomyosarcoma എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് യൂഷ്വലി ഒറിജിനേറ്റ് ഇൻ എവിടെയാണ്? ഇൻ ദി മസിൽസ് ആണ്. ദാറ്റ് ഈസ് അറ്റാച്ച്ഡ് ടു ദി മസിൽസ് ദാറ്റ് ആർ അറ്റാച്ച്ഡ് ടു ദി ബോൺ സർഫസ് അല്ലേ. So then help the body to എന്താണ്? Normally these muscles and help the body to എന്താണ്? Move, but it may begin in many places in the body. So normally അങ്ങനെയാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇത് പല സ്ഥലങ്ങളിലാണ് മെയിൻലി കാണുന്നത്. സോ rhabdomyosarcoma എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഇസ് എ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് സോഫ്റ്റ് ടിഷ്യൂ സാർക്കോമ ഇൻ ചിൽഡ്രൻ. സോ ചിൽഡ്രൻസിൽ കാണുന്ന മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് എന്താണ്? സോഫ്റ്റ് ടിഷ്യൂ സാർക്കോമ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഈ rhabdomyosarcoma. Okay. Then the length of an adult trachea is 6 to 8, 11, 10 to 11, 14 to 15 centimeter, 16 to 20 centimeter. Length of an adult trachea is 6 to 8 centimeter, 10 to 11 centimeter, 14 to 15 centimeter or 16 to 20 centimeter. Okay, so അപ്പം 10 to 11 സെന്റിമീറ്റർ ആണ് എല്ലാവരും പറഞ്ഞിരിക്കുന്നത്. 10 to 11 സെന്റിമീറ്റർ. നമുക്ക് നോക്കാം 10 to 11 സെന്റിമീറ്റർ ആണോ എന്ന്. ഓക്കെ, സോ ട്രക്കിയൽ അനാറ്റമി വെച്ച് പറയുകയാണെങ്കിൽ എന്താണ്? അഡൽട്ട് ട്രക്കിയൽ ലെങ്ത് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 10 to 13 സെന്റിമീറ്റർ. 10 to 11 എന്നോ 10 to 13 സെന്റിമീറ്റർ എന്നോ പറയാം. ഓക്കെ, 10 to 11 or 10 to 13 സെന്റിമീറ്റർ. അപ്രോക്സിമേറ്റ്ലി എന്താണ്? 2 cartilaginous rings per centimeter ആണ്. ദാറ്റ് ഈസ് നോർമലി ഓഫ് 18 to 22 റിങ്സ് ആണ് മെയിൻലി ഉള്ളത്. ദീസ് സി ഷേപ്ഡ് റിങ്സ് ആണ്. ദാറ്റ് ഫോം എന്താണ്? ആന്റീരിയർ ലാറ്ററൽ എന്താണ്? ട്രക്കിയൽ വാൾ. ദ പോസ്റ്റീരിയർ വാൾ ഈസ് എന്താണ്? മെംബ്രേനിയസ് ആണ്. ഓക്കെ,
Then the tracheal ഇതെന്ന് പറയുന്നത് that is എന്താണ് about 2.3 cm lateralum അതുപോലെ തന്നെ ഇതിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 1.8 cm anterior posterior ആയിരിക്കും. ഓക്കെ, അത് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ മെയിൻ ആയിട്ട് നമുക്ക് വേണ്ട പോയിന്റ് ഒന്ന് എത്ര എന്താ പറയാ എത്ര സെന്റിമീറ്റർ ലെങ്ത് ആണ്, അതുപോലെ തന്നെ സി ഷേപ്ഡ് കാർട്ടിലേജസ് എന്ന് പറയുന്നത് ഏത് പോർഷനിലാണ്, എത്ര എണ്ണമാണ് എന്നുള്ളതാണ്. ഓക്കെ, ദെൻ അതാണ് മെയിൻ ആയിട്ട് നമുക്ക് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അതിന്റെ ഡയമീറ്റർ ഒന്നും അത്ര നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. ഓക്കെ, സോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടൈം ആയി. സോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, സോ നിങ്ങളുടെ പഠിത്തം നന്നായിട്ട് നടക്കണം. ആൻസർ ചെയ്യുന്നതൊക്കെ വളരെ കുറച്ച് പേരാണ്. ഈ പറഞ്ഞതുപോലെ ഈ ജയശ്രീ, പ്രസീത അങ്ങനെയുള്ള ടീംസൊക്കെയാണ്. ബാക്കിയുള്ളവർ ആൻസർ ചെയ്യുന്നുണ്ട്, പക്ഷെ അവരൊക്കെ കുറച്ചുകൂടെ നന്നായിട്ട് ആൻസർ ചെയ്യുന്ന എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ പറയാ ടിന്നു ഒക്കെ കുഴപ്പമില്ല. പക്ഷെ കുറേ പേര് ഈ പറഞ്ഞ പോലെ തെറ്റി അങ്ങ് ഡൗട്ടാണ് നിങ്ങൾക്ക്. കാരണം ഇതിന് പരീക്ഷയ്ക്ക് വളരെ കുറച്ച് സമയമുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഓവറോൾ പഠിച്ചു കഴിയേണ്ട സമയമൊക്കെ കഴിഞ്ഞ് പിന്നെ റിവിഷനിലോട്ട് പോകേണ്ട ടൈം ആയി വരുന്നു. അപ്പോൾ ആ ടൈമിൽ നിങ്ങൾ എന്ത് ചെയ്യണം, കുറച്ച് നന്നായിട്ട് നിങ്ങൾ ചെയ്യണം. ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നന്നായിട്ട് പറയുമ്പോൾ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്ത് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. ഓക്കെ, അങ്ങനെ നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. ഓക്കെ, മടുപ്പിക്കാനല്ല പറയുന്നത്, സോ അങ്ങനെ ആകണം എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, സോ താങ്ക് യു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.